ഡിയർ സ്റ്റുഡൻസ്, നോക്കൂ, ഈ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യൻസും ക്യാൻസലേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 436 ഡിവൈഡഡ് ബൈ 20. 436 ഡിവൈഡഡ് ബൈ 20. ക്യാൻസലേഷനിൽ ടീച്ചർ രണ്ട് നിബന്ധനകൾ പറഞ്ഞിരുന്നു. ഒന്ന്, അറ്റത്ത് സീറോകളായിരിക്കണം. അടുത്ത നിബന്ധന, രണ്ട് ഭാഗത്തും ഈക്വലായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യണമെന്ന്. രണ്ട് ഭാഗത്ത് സീറോ ഉണ്ടാവണം, രണ്ട് ഭാഗം ഈക്വലായിട്ട് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കൂ, ഡിവിഡൻറ്റ് ഡിവൈസർ. ഡിവിഡൻറ്റിൽ സീറോ ഇല്ല, അറ്റത്ത് സീറോ ഇല്ല. ഡിവൈസറിൽ അറ്റത്ത് സീറോ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് ഇവിടെ പറ്റില്ല. ഇവിടെ സാധാരണ ചെയ്യുന്ന ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ക്യാൻസലേഷൻ വേണമെങ്കിൽ ഇവിടെയും സീറോ അറ്റത്തുണ്ടാവണം, ഇവിടെയും ഉണ്ടാവണം. ഇവിടെ ഒരെണ്ണത്തിൽ ഇല്ല, ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ ഇവിടെ പറ്റില്ല. ഇവിടെ സാധാരണ ഡിവിഷൻ മെത്തേഡ് 436 ഡിവൈഡഡ് ബൈ 20. ഈ ഡിവിഷൻ മെത്തേഡിൽ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം. നെക്സ്റ്റ്, അപ്പോൾ ക്യാൻസലേഷൻ വരണമെങ്കിൽ രണ്ട് ഭാഗത്തും സീറോ വേണം, അറ്റത്ത് ഈക്വൽ ആയിട്ട് നമ്പേഴ്സ് സീറോ ഈക്വൽ ആയിരിക്കണം അതിൻ്റെ നമ്പറുകൾ. ഇവിടെ രണ്ടെണ്ണമാണെങ്കിൽ അവിടെ രണ്ട്, ഇവിടെ ഒരെണ്ണമാണെങ്കിൽ ഇവിടെ ഒരെണ്ണം, അങ്ങനെ വേണം ക്യാൻസൽ ചെയ്യാൻ. ഇനി അതല്ലെങ്കിൽ സാധാരണ പോലെ ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 238 ഡിവൈഡഡ് ബൈ 10, 467 ഡിവൈഡഡ് ബൈ 100, 3591 ഡിവൈഡഡ് ബൈ 1000. ഇവിടെയും നമുക്ക് കുറച്ച് സീറോകളൊക്കെ കാണാം. പക്ഷേ ഡിവിഡൻറ്റിലെ സീറോകളില്ല, ഡിവൈസറിലാണ് സീറോ വന്നിട്ടുള്ളത്. അപ്പം ഇതും നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റില്ല. ഇതും സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യണം ഡിവിഷൻ മെത്തേഡിൽ. പക്ഷേ ഈ സാധനങ്ങൾ ചെയ്യാനായിട്ട്, അതായത് ഈ 1ഉം സീറോകളും ഡിവൈസറിൽ 1ഉം സീറോകളും 1ഉം സീറോകളും വരുമ്പോൾ ഒരു എളുപ്പ മെത്തേഡ് ഉണ്ട്. ഇവിടെ എളുപ്പത്തിലുള്ള മെത്തേഡ്സ് ഒന്നുമില്ല. അതായത് 1 അല്ലാതെ 2, 20, 30, 40, 50, 60, 70, 80 അതിനൊന്നും ഒരു എളുപ്പ മെത്തേഡും ഇല്ല. സാധാരണ ചെയ്യണ പോലെ നമ്മൾ ലോങ് ഡിവിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ട് ആൻസർ കാണണം. ഈ 1, അതായത് 10, 100, 1000 1ഉം സീറോകളും വന്നാൽ ഡിവൈസറിൽ 1ഉം സീറോകളും വന്നാൽ ഒരു എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, 3591 ഡിവൈഡഡ് ബൈ 1000. 3591 ഡിവൈഡഡ് ബൈ 1000. 3ലെ 1000 ആണ്. 1000ൻ്റെ ടേബിളാണ് ടീച്ചർ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, 1000. 3ൽ 1000 ഇല്ല, 3 ചെറിയ നമ്പർ അതിൽ 1000 ഒന്നുമില്ല. 35 എടുത്തു, അതിൽ 1000, 35 അതിൽ 1000 1000 ഇല്ല. 359 എടുത്തു, അതിലും 1000 ഇല്ല. 3591 അതെടുത്തപ്പോൾ അതിൽ 3000 ഉണ്ട്, 1000 ഉണ്ട്. ഇത് 1000 ഉള്ളത്, ഇവിടെ 3000 ഉണ്ട്. ആദ്യം 3 എടുത്തപ്പോൾ ഇല്ല, 35 എടുത്തു, ഇല്ല. 359 ഇല്ല. 3591 ഇത് മൊത്തം എടുത്തു, അപ്പോൾ 3000 വന്നിട്ടുണ്ട്. ഇത് 1000 ആണ്. അപ്പോൾ ഈ 3591ൽ 1000 ഉണ്ട്. ടേബിൾ എഴുതി 1 into 1000 1000, 2 into 1000 2000, 3 into 1000 3000. നമ്മൾ ഇൻറ്റു ചെയ്യാനായിട്ട് അറ്റത്ത് സീറോ വരുമ്പോൾ നല്ല എളുപ്പമാണ്. അറ്റത്ത് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെയും സീറോ വേണമെന്നൊന്നുമില്ല. അറ്റത്ത് സീറോ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് നമ്പറുകൾ തമ്മിൽ ഇൻറ്റു ചെയ്ത് അവിടെ ഇടൽ മാത്രമല്ല, ആ എത്ര സീറോ ആണോ മാറ്റി വെച്ചത് ആ മാറ്റി വെച്ച സീറോകളെ ആഡ് ചെയ്യണം. സോ 3 into 1 3, 1 2 3 സീറോസ് കൂടെ ചേർത്തു. 2 into 1 2, 1 2 3 സീറോസ് ആഡ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചതാണ്. അപ്പോൾ 3000 നമ്പറുകൾ അറിയണം കേട്ടോ. അതായത് 500 എന്താണ്, 1000 എന്താണെന്നൊക്കെ നമ്പർ അറിയണം. അപ്പോഴാണ് ഈ നമ്പറുകൾ വലുതോ ചെറുതോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അവനാണ് ടീച്ചർ ഫസ്റ്റ് ലെസണിൽ 10 lakh 1 lakh വരെയെങ്കിലും നിങ്ങളൊരു നമ്പർ തറവാക്കാൻ പറഞ്ഞത് ടീച്ചർ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയും നമ്പേഴ്സ് തറവാക്കാത്തവർ അത് പഠിച്ചിരിക്കണം. എങ്കിലാണ് നിങ്ങൾക്ക് നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ 3ൽ 1000 ഇല്ല, 35ൽ ഇല്ല, 359ൽ 1000 ഇല്ല,
3591 1000 ഉണ്ട്. എത്ര ടൈംസ്? 3 into 1000 1000. 4 into 1000 4000 ആണ്. ഇവിടെ 4000 ഇല്ല. അപ്പോൾ 3 into 1000 3 into 1000 3 into 1000 3000. മൈനസ് ചെയ്യുമ്പോൾ 195. ഇതൊക്കെ മൈനസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഇത്രയും കിട്ടി. അപ്പോൾ 3 കോഷ്യൻറ്റും 591 റിമൈൻഡറും കിട്ടി. നിങ്ങൾ ഇത്രമാത്രം ഇതൊന്നും ചെയ്യേണ്ട യാതൊരു വക ആവശ്യമില്ല. ഇത് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡിവൈഡഡ് ബൈ ഇപ്പുറത്ത് 1ഉം 0കളും വന്നാൽ വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കുക. ഇത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കോഷ്യൻ്റ് 3യും റിമൈൻഡർ 591 കിട്ടിയില്ലേ? ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അതായത് നോക്കുക, ഇതിപ്പോൾ 1000 അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ 1000 പ്ലേസ് എടുക്കുക. 1s 10s 100 1000. ആ 1000 പ്ലേസിൽ ഏതാ എടുക്കണം? 3. അതായിരിക്കും കോഷ്യൻ്റ്. ബാക്കി വരുന്നത് റിമൈൻഡർ. ഇതാ കോഷ്യൻ്റ് 3 591 റിമൈൻഡർ 3 591. ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. ടേബിൾ 1000ൻ്റെയും 10000ൻ്റെയും ഒന്നും ഇവിടെ എഴുതേണ്ട ഒരൊറ്റ ആവശ്യമില്ല. ഈ 1ഉം 0കളും വന്നാൽ ഇതിൽ നിന്ന് തന്നെ ഇതൊന്നും കണ്ടുപിടിക്കാതെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 1000 ആണെങ്കിൽ 1000 പ്ലേസ്, ആ പ്ലേസിലുള്ളത് കോഷ്യൻറ്റും ബാക്കിയൊക്കെ റിമൈൻഡറും. അപ്പം ഇതിൻ്റെ എന്തായിരിക്കും? ഇത് 100 ആണ്. ഇവിടെ 1000 ആണ്. 100 ആവുമ്പോൾ 1s 10s 100. 100ൻ്റെ അവിടെ ഉള്ളത് കോഷ്യൻറ്റും ബാക്കിയുള്ളത് റിമൈൻഡറും. ഇത് ഇവിടെ 10 ആണ്. 10 ആവുമ്പോൾ 1s 10s 10s തൊട്ടുള്ളത് 23 ആണ് കോഷ്യൻ്റ്, ബാക്കിയുള്ളത് റിമൈൻഡർ.